ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും നിത്യേന ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ പേ. സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും അതുപോലെ പണം ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ ഓൺലൈൻ സേവനങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് GPay ആപ്ലിക്കേഷൻ. ഈ ഒരു GPay ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് പുതിയൊരു അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നിലവിലൊരു അക്കൗണ്ട് നമ്പർ ഉണ്ട്, എന്നാൽ അഡീഷണൽ ആയിട്ട് നമ്മൾ മറ്റൊരു അക്കൗണ്ട് നമ്പർ ഇതിലേക്ക് എങ്ങനെ ആഡ് ചെയ്യുക, അതുപോലെ പ്രൈമറി അക്കൗണ്ടായിട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നേരെ നിങ്ങളുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഗൂഗിൾ പേ ആപ്പ് ഓപ്പൺ ആക്കുക. അതിനുശേഷം ഞാനിവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബാങ്കിൻ്റെ ചിത്രം കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ് ബാങ്ക് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിലായിട്ട് സെർച്ച് ബാർ കാണാൻ സാധിക്കും, അതിൽ നിങ്ങൾക്ക് ഏത് ബാങ്കിൻ്റെ അക്കൗണ്ടാണ് ആഡ് ചെയ്യേണ്ടത് ആ ഒരു ബാങ്ക് ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഫെഡറൽ ബാങ്കാണ് ആഡ് ചെയ്യാൻ പോകുന്നത്, അത് സെലക്ട് ചെയ്തു. അതിനുശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ളൊരു ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇതിൽ ലിങ്ക് ആകുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോപ്പപ്പ് കാണാം. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ UPI ആപ്പിലേക്ക് ലിങ്ക് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ലിങ്ക് ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ മൊബൈൽ നമ്പർ UPI ആപ്ലിക്കേഷൻ, അതായത് ഗൂഗിൾ പേ ആപ്ലിക്കേഷനിലേക്ക് ലിങ്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ബാലൻസ് ചെക്ക് ചെയ്യാൻ ഏത് അക്കൗണ്ടാണോ നിങ്ങൾക്ക് ബാലൻസ് അറിയേണ്ടത് ആ ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. അതിലേറ്റവും താഴെയുള്ള ചെക്ക് ബാലൻസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ UPI ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പണം അയക്കുമ്പോൾ, അതായത് ഈ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിൽ നിന്നാണോ പണം വിഡ്രോ ചെയ്യേണ്ടത് അത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നമ്മുടെ അക്കൗണ്ട് പ്രൈമറി അക്കൗണ്ടിൽ സെലക്ട് ചെയ്യണം. അതിനായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം സെറ്റ് പ്രൈമറി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ വഴി ചെയ്യുന്ന എല്ലാ പേയ്മെൻറ്റ്സുകളും നമ്മുടെ ഈ ഒരു അക്കൗണ്ടിൽ നിന്നായിരിക്കും പോവുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ രീതിയിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എത്ര അക്കൗണ്ട് നമ്പർ വേണമെങ്കിലും എത്ര അക്കൗണ്ട് വേണമെങ്കിലും ഇതിലേക്ക് ഗൂഗിൾ പേയിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.